ജന്മാദ്യസ്തേതന്യാദിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തേത് സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മുഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിച്ചവർക്ക് എല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം 8-ാമത്തെ അധ്യായത്തിൽ 12 ശ്ലോകം വരെയാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഭാഗവത പ്രവർത്തയെ ഭാഗവതം പുരാണം. വിതുരൻ്റെ ചോദ്യങ്ങൾക്ക് മുഴുവൻ മറുപടി പറയണമെങ്കിൽ എളുപ്പമല്ല. പക്ഷേ ചോദ്യം കുറച്ചൊക്കെ തന്നെ ഉള്ളുവെച്ചാലും അതിനൊരു സംഹിത തന്നെ വേണം. ഏതാ? എല്ലാ കാര്യങ്ങളും അടങ്ങിയ സംഹിത അങ്ങനെ ഒന്നുണ്ടോ എന്നാണെങ്കിൽ ഭാഗവതം ഉണ്ട്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അറിവുള്ളവർ പറയണത് മത്സ്യപുരാണത്തിലത്തെ 14,000 ശ്ലോകം ഇവിടുത്തെ മത്സ്യാവതാരം എന്ന അധ്യായം കേട്ടാൽ മതി. സാരം സാരം സമുദ്രതം. വാത്മീകി രാമായണത്തിലത്തെ 24,000 ശ്ലോകം വായിച്ച ബലം കിട്ടുത്രേ 2 അധ്യായം രാമായണം ഇതിലത്തെ കേട്ട. 9, 10, 11 അതാണ്. കൂർമ്മപുരാണത്തിലെ എത്രയാ ശ്ലോകം അത് മുഴുവൻ വായിച്ചാലുള്ള ഗുണം കിട്ടും ഇതിലത്തെ കൂർമാവതാരവും ബാലാഴിമതനവും കേട്ടാൽ. ഞാൻ ഇതിനൊന്ന് വ്യക്തമാക്കണം എല്ലാം അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതിന്. ഉണ്ട്. വിഷ്ണു പുരാണം അതുപോലെ തന്നെ ഹരിവംശം ഇതിലത്തെ മുഴുവൻ വന്നിട്ടുണ്ട് കൃഷ്ണാവതാരത്തിൽ. വാമനപുരാണത്തിലത്തെ സംഗതികൾ ഇവിടുത്തെ 5-6 അധ്യായം വായിച്ചാൽ വാമനപുരാണം മുഴുവൻ വായിച്ച ബലായി എന്നാണ് പറയണം. അങ്ങനെ നോക്കുമ്പോൾ സാരം സാരം സമുദ്രതം എല്ലാറ്റിലത്തെ സാരവും എടുത്തിട്ടാണ് ഭാഗവത പുരാണം ഉണ്ടാക്കിയത്. എന്നുള്ളതുകൊണ്ടാണ് ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഒരാൾക്ക് ജീവിക്കാൻ അറിയേണ്ട കാര്യങ്ങളെല്ലാം ഈ ഭാഗവതം എന്ന പുരാണത്തിൽ പറഞ്ഞതുകൊണ്ട് ഞാനത് അങ്ങേക്കാണ്ട് പറഞ്ഞുതരാം. എന്നാൽ പിന്നെ വേറെ ഓരോന്ന് വ്യക്തമായിട്ട് വേറെ പറയേണ്ട ആവശ്യം ഇല്ലല്ലോ. എന്നിട്ടോ പ്രളയത്തിനെ പറ്റിയിട്ടാണ് കഥ. ചതുർയുഗാണാഞ്ച സഹസ്രം അപ്സു എന്ന് പറഞ്ഞ വെള്ളത്തിൽ ഭഗവാൻ ശയിച്ചു. സ്വപൻ സ്വയം സ്വയോധീരിതയാ സ്വശക്തിയ കാലാഖ്യാസാദിക കർമ്മതന്ത്രോ ലോകാനപീതാൻ ദശേസ്വദേഹേ. കാലത്തിനോട് സമയമായ തന്നെ ഉണർത്താൻ വേണ്ടി പറഞ്ഞ് ഉറങ്ങി. 1000 ചതുർയുഗങ്ങൾ അത് കഴിഞ്ഞപ്പോഴോ ഉണർത്തി കാലത്തിനെ ഏൽപ്പിച്ച പണി കാലം ചെയ്തു. തസ്യാർത്ഥ സൂക്ഷ്മാഭിനിവിട്ടദൃഷ്ടേർ അന്തർഗതോർത്തോരജസാതനീയാൻ ഗുണേന കാലാനുഗതേന വിദ്യ സൂക്ഷ്യാം തഥാഭിദ്യത വിദേശാത്. അർത്ഥസൂക്ഷ്മാഭിനിവിട്ടദൃഷ്ടോ ഭൂതസൂക്ഷ്മത്തിൽ സമർപ്പിക്കപ്പെട്ട സങ്കല്പത്തോടു കൂടിയ ആ ഭഗവാന്റെ അന്തർഭാഗത്തുള്ളതും തനിയാൻ അത്യന്തം സൂക്ഷ്മവും, തനിയാൻ ചെറുത് സൂക്ഷ്മം ആയ അർത്ഥം എന്നുള്ള വാക്കിന് കുറേ അർത്ഥങ്ങളുണ്ട്. ഒന്ന് അർത്ഥം തന്നെ അതിൻ്റെ അർത്ഥം. പിന്നെ ധനം എന്നർത്ഥമുണ്ട് അല്ലേ? അർത്ഥം പറഞ്ഞാൽ ഇവിടെ അർത്ഥത്തിന് പഞ്ചഭൂതങ്ങൾ, ഭൂമി, വെള്ളം, വായു, ആകാശം, അഗ്നി, അങ്ങനെ ഒരു അർത്ഥമുണ്ട് അർത്ഥത്തിന്. ഇപ്പം ഇവിടെ അതാ ചേരുക. അതിസൂക്ഷ്മമായിട്ടുള്ള ഭൂതവർഗം അർത്ഥ, വേറൊന്നും ഇവിടെ ചേരില്ല. കാലാനുഗതേന കാലശക്തിയോട് യോജിച്ചിരിക്കുന്നതായ രജസാഗുണേന രജോ ഗുണത്താൽ വിദ്ധ ക്ഷോഭിപ്പിക്കപ്പെട്ടതായിട്ട് സൂഷ്യൻ ഉൽപ്പത്തിയെ പ്രാപിക്കുവാൻ ഭാവിക്കുന്നതായിട്ട്
നാഭിദേശത്ത് നിന്ന് പുറപ്പെട്ടു. ഒന്നുമില്ല, സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ആരാ സൃഷ്ടി ചെയ്യണത്? ബ്രഹ്മാവ്. ബ്രഹ്മാവിനെ കൊണ്ടാണ് ചെയ്യിക്കണം. ഭഗവാൻ നേരിട്ട് ചെയ്യണില്ല, ഏൽപ്പിക്കുകയാണ്. സൂപ്പർവിഷനെ ഭഗവാനുള്ളൂ, അതും കൂടിയില്ല. അപ്പോൾ ആ ബ്രഹ്മാവിനിക്കണമെങ്കിൽ എന്ത് വേണം? ഇരിപ്പിടം വേണം. അതെന്താ? ഭഗവാന്റെ നാഭിയിൽ നിന്ന് പുറപ്പെട്ട താമര. അതിൽ ആ താമര ഇവിടെ ഉണ്ടായി എന്ന് പറഞ്ഞു നോക്കിയാണ്. എന്തിനെയാ സൃഷ്ടിക്കണം? ഭഗവാനിൽ ലയിച്ച പഞ്ചഭൂതങ്ങൾ പുറമെന്ന് കൊണ്ടുവരില്ല എന്നർത്ഥം. ഭഗവാനിൽ ലയിച്ച പഞ്ചഭൂതാദികളാണ് അർത്ഥാൻ. ആ പഞ്ചഭൂതങ്ങളെ മറ്റും സൃഷ്ടിക്കാനായി കൊണ്ട് ആദ്യം ഒരു താമരയാണ് ഉണ്ടായത്. അതിൽ ബ്രഹ്മാവ് ഉണ്ടായിട്ട് സൃഷ്ടി നടന്നു എന്ന് പറയാനാണ് താമരയെ പറ്റി ഇവിടെ പറയും. ഈ ശ്ലോകത്തിൽ വരുന്നുള്ളൂ. അർത്ഥം പഞ്ചഭൂതങ്ങൾ. തസ്യാർത്ഥം സൂക്ഷ്മം, കാണാൻ പറ്റാത്തത്, അതാണല്ലോ സൂക്ഷ്മം. സൂക്ഷ്മാഭിനിവിട്ട രജസാധനീയാൻ, തനിയാൻ വളരെ ചെറിയ ഭഗവാനിൽ ലയിച്ച പഞ്ചഭൂതങ്ങളെ ഗുണേന കാലാനുഗതേന വിദ്ധ, കാലത്തിനനുസരിച്ച് അതിനെ ക്ഷോഭിപ്പിക്കപ്പെട്ടതായിട്ട്, വിദ്ധ ലയിച്ച് കിടക്കുന്നത് ക്ഷോഭിക്കണം, ഇളകണം, പുറത്തു വരണം, എന്നാലല്ലേ ദൃഷ്ടിയുണ്ടാവുള്ളൂ. വിദ്ധ എന്നുള്ള വാക്ക് അതൊക്കെ കൊണ്ടുവരുന്നു. സംസ്കൃതത്തിൽ ചെറിയൊരു വാക്കിന് ഒരുപാട് ആശയങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അത് ഭാഷയുടെ ഒരു പ്രത്യേകത. വിദ്ധ എന്നേ ഇവിടെ പറഞ്ഞുള്ളൂ. ലയിച്ചതിനെ മുഴുവനെ പുറത്തേക്ക് കൊണ്ടുവരലെന്ന് ചുരുക്കം. അതിനായിക്കൊണ്ട് എന്ത് ചെയ്തു? സൂഷ്യന്തദാഭിദ്യത നാഭിദേശാത്, നാഭിദേശത്തിൽ നിന്ന് പുറപ്പെട്ടു. ഭഗവാന്റെ ഉള്ളിൽ ലയിച്ചു കിടക്കുന്ന ഭൂതവും സൂക്ഷ്മവും ആയ എല്ലാം നാഭിയിൽ നിന്ന് പുറമേക്ക് പുറപ്പെട്ടു. അതൊരു താമരയായിരുന്നു എന്നിവിടെ പറഞ്ഞിട്ടില്ല. സമർപ്പിക്കപ്പെട്ട സങ്കല്പത്തോടു കൂടിയ തസ്യ അന്തർഗത തനിയാൻ സൂക്ഷ്മമായ അർത്ഥ. പക്ഷെ ഇവിടെ താമര എന്നുണ്ട് എന്നാണ്. കാരണം സ പത്മകോശ സകസോദിഷ്ടാൻ, അവിടെ അണ്ടർസ്റ്റുഡ് ആണത്. അടുത്ത ശ്ലോകത്തിൽ ആ താമര എന്ന് പറഞ്ഞു. ഏത് താമര? നേരത്തെ ഉദ്ദേശിച്ച താമര പറഞ്ഞിട്ടില്ല. ചിലതൊക്കെ ഉദ്ദേശിച്ച് അണ്ടർസ്റ്റുഡ് ആവും. കാവ്യത്തിലും സാഹിത്യത്തിലൊക്കെ പറഞ്ഞു എന്ന് പറയാൻ വയ്യല്ലോ. കാരണം സ എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ്. സ നേരത്തെ അതിൽ ഉദ്ദേശിച്ച എന്ന് പറയാൻ പറ്റുമോ? ആ താമര സ പത്മകോശ സകസോദിട്ട് കാലേന കർമ്മ പ്രതിബോധനേന സ്വരോജിഷാതസലിലം വിശാലം വിദ്യോദയൻ അർക്കൈവാത്മയോനി. ആത്മയോനി ബ്രഹ്മാവ്, ഒറ്റവാക്കിലർത്ഥം ബ്രഹ്മാവ്. സ പത്മകോശ താമരമൊട്ട്, തന്നിൽ നിന്ന് ഉത്ഭവിച്ചതായിട്ടുള്ള താമരമൊട്ട്. അർക്ക ഇവ സൂര്യനെ പോലെ തൻ്റെ കാന്തിയാൽ വ്യാപിച്ചിരിക്കുന്ന അത്. തത്സലിലം ആ ജലത്തെ വിദ്യോദയൻ പ്രകാശിപ്പിച്ചുകൊണ്ട്. ധാരാളം ജലം ഉണ്ടായിരുന്നു, പ്രളയമാണ്, വേറെ ഒന്നുമില്ല. എപ്പോഴാ നോക്കിയാലും ജലമല്ലാണ്ട് മറ്റൊന്നുമില്ല. ആ താമര അങ്ങനെ സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ട് കാലേന കാലം നിമിത്തം വേഗത്തിൽ മേൽപോട്ട് പൊങ്ങി പ്രകാശിച്ചു. ആത്മയോനി തന്നിൽ നിന്ന് ഉണ്ടായത്. യോനി എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി സ്ഥാനം എന്നർത്ഥമേ ഉള്ളൂ. അപ്പം അതിൽ നിന്നുണ്ടായ താമര കോടി സൂര്യപ്രകാശത്തിൽ പോടുകൂടി വിളങ്ങുന്നതായിരുന്നു. 1000 ഇതളുള്ള താമര. രചനാ ചതുരൻ ചതുർമുഖൻ ഉണർന്നു എന്നൊക്കെ ഒരു പാട്ടിലില്ലേ? 1000 ഇതളുള്ള താമരയിൽ
ആദിമ ചൈതന്യ നാഭിയിൽ ഉണരും അല്ലേ പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാവും പാട്ടൊക്കെ പറഞ്ഞാൽ. യൂസഫ് അലി കച്ചേരിയായിട്ടോ എഴുതിയിരിക്കണം. മറ്റു മതമാണെങ്കിലും അദ്ദേഹം എത്ര ഭംഗിയായിട്ട് അവതരിപ്പിക്കണം നോക്കൂ. 1000 ഇതളുള്ള നാഭിയിൽ രചനാ ചതുരൻ ചതുർമുഖൻ ഉണർന്നു. സമ്മതിച്ചു കൊടുക്കണ്ടേ അദ്ദേഹത്തിനെയൊക്കെ. ഹിന്ദുക്കൾ എഴുതില്ലേ അങ്ങനെയൊക്കെ. പോട്ടെ. സപത്മകോശ സകസോദതിഷ്ടൽക്കാലേന കർമ്മപ്രതിബോധനേന സ്വരോചിഷ തത്സലിലം വിശാലം വിദ്യോദയന്നർക്കൈവ ആത്മയോനി. ആത്മയോനി തന്നിൽ നിന്നുണ്ടായ ആ താമര കോടി സൂര്യപ്രകാശത്തോടു കൂടിയിട്ട് അങ്ങനെ പ്രകാശിച്ച് വെള്ളത്തിൻ്റെ മുകളിലേക്ക് കാണാറായി. ബ്രഹ്മാവിൻ്റെ ഉൽപ്പത്തിയാണ് ഇവിടെ വർണ്ണിക്കണം. അതിന് ഉടക്കേയുള്ളൂ. ദ്യോതല്ലോകപത്നം സ ഊ ഏവ വിഷ്ണു പ്രാവീവിശ സർവഗുണാവഭാസം തസ്മിൻ സ്വയം വേദമയോ. ഭാഗവതം എങ്ങനെയാണ് തുടങ്ങുക? എപ്പോഴും ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയാണ് ആരംഭം. തസ്മിൻ സ്വയം വേദമയോ വിധാത സ്വയംഭുവം യം സ്മവദന്തി സോപൂർ. ഈ ലോകത്തിലെ ബ്രഹ്മാവിൻ്റെ ഉൽപ്പത്തി. ആ താമരയിൽ ആരുണ്ടായി? ബ്രഹ്മാവുണ്ടായി. വല്ലാത്തൊരു താമരയാണത്. അപാരതാമര, സാധാരണ താമരയൊന്നുമില്ല. സർവഗുണാവഭാസം ലോകപത്മ. എല്ലാ ഗുണങ്ങൾക്കും ഇരിപ്പിടമായിരിക്കുന്ന പ്രകാശപൂർണമായ തല്ലോകപത്മം, ആ താമര. സ ഏവ, സ വിഷ്ണു ഏവ, വിഷ്ണു തന്നെ പ്രവേശിച്ചു. വിഷ്ണു തന്നെ അതിൽ പ്രവേശിച്ചു. ഊ എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും അർത്ഥം കൊടുക്കാം. ആശ്ചര്യം ഇവിടെ കൊടുത്തിരിക്കണം. തസ്മിൻ അതിൽ സ്വയം വേദമയ, വേദാത്മകമായ വിധാത ബ്രഹ്മാവുണ്ടായി. വിഷ്ണു അതിൽ പ്രവേശിച്ചിട്ടാണ് ബ്രഹ്മാവുണ്ടായത്. വിഷ്ണുവിൻ്റെ ഒരു അംശമാണ് ബ്രഹ്മാവും ശിവനും ഒക്കെ. വിഷ്ണു അംശം തന്നെയാണ്. അഭൂത് ഉണ്ടായി എന്ന അറിവുള്ളവർ പറയും. സ്വയംഭൂവം താനേ ഉണ്ടായതുകൊണ്ട് ബ്രഹ്മാവിനെ സ്വയംഭൂ എന്ന് പറയും. സ്വയംഭൂ വാക്കിൻ്റെ അർത്ഥം താനേ ഉണ്ടായത്, ഇത്ര അർത്ഥമുള്ളൂ. തല്ലോകപത്മം സ ഉ മഹാത്ഭുതം. ഊ സ ഉ ഏവ വിഷ്ണു പ്രാവീവിശ. വിഷ്ണു പ്രവേശിച്ചു. സർവഗുണാവഭാസം താമരയുടെ വിശേഷണമാണ് സർവഗുണാവഭാസം. സർവഗുണങ്ങൾ നിറഞ്ഞ അടങ്ങിയ സർവഗുണങ്ങളോടുകൂടിയ താമരപ്പൂവിൽ വിഷ്ണു പ്രവേശിച്ചു. ബ്രഹ്മാവുണ്ടായി. തസ്മിൻ സ്വയം വേദമയോ വിധാത. വേദസ്വരൂപനായിട്ടുള്ള ബ്രഹ്മാവ് വിധാത സ്വയംഭുവം എന്ന് പറയുന്നു. യസ്മ വദന്തി സോഭൂ. സ്വയംഭൂ എന്നുകൂടി കാരണം ആദ്യം ഉണ്ടായതാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവിനെ ശരിക്കും ആരും സൃഷ്ടിച്ചതല്ല. ഉണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ സങ്കല്പം അത്രയേ ഉള്ളൂ. വേറെ ആരും സൃഷ്ടിച്ചതല്ല ബ്രഹ്മാവ്. കാണപ്പെടാത്തതിനാൽ സ്വയംഭൂ എന്നൊരു പേര് ബ്രഹ്മാവിനുണ്ട്. തസ്യാം സജാംബോർഹകർണികായാം അവസ്ഥിതോ ലോകമപശ്യമാന പരിക്രമൻ വിവൃത്തനേത്ര ചത്വാരി ലേഭേ അനുദിനം അനുദിശം മുഖാനി. ബ്രഹ്മാവ് താമരയിലിരുന്നു. രചനാചതുരൻ ചതുർമുഖൻ ഉണർന്നു. 1000 ഇതളുള്ള താമരയിൽ. അല്ലേ, ആ പാട്ട് മതി ഇതിൻ്റെ അർത്ഥമൊക്കെ പറയാൻ. ഗഹനാണോ പാട്ടെന്നർത്ഥം. പാട്ട് മോശമാണെന്നോ ഇത് മോശമാണെന്നല്ല. തസ്യാം ആ അംബോരുഹ കർണികായാം. വെള്ളത്തിലുള്ള താമരയുടെ കർണിക, നടുവിലുള്ള മഞ്ഞ അല്ലി നമ്മൾ പറയാറുണ്ടല്ലോ, ആ കർണികയിൽ അവസ്ഥിത ഇരിക്കുന്ന ആ ബ്രഹ്മാവ്. സ ബ്രഹ്മാവ് ലോകം കാണാത്തവനായി. ലോകം ഉണ്ടെങ്കിലല്ലേ കാണൂ. സൃഷ്ടിനെ ഉണ്ടായിട്ടില്ല, പിന്നെ ഇല്ലാത്തത് കാണുമോ? ലോകം കാണാത്തവനായി. ഇവിടെ അപശ്യന്മാന. ഈ അപശ്യൻ എന്നുള്ളതിന് കാണുന്നതെന്ന് അർത്ഥമെടുക്കാം കേട്ടോ. പക്ഷെ ഇവിടെ ലോകമില്ല, അതുകൊണ്ട് ഇല്ല എന്നുള്ളതാണ് വരിക. ക്രിയയ്ക്ക് നോക്കുമ്പോൾ അപശ്യൻ കണ്ടു എന്നും ആവാം. അപശ്യൻ ഇവിടെ കാണാത്തതെന്നാണ് അർത്ഥം. സന്ദർഭികമാണ് അർത്ഥം. അപശ്യമാന. അ എന്നിട്ടാൽ പലതും വിപരീതമാവില്ല, എപ്പോഴും ആവില്ല. അപശ്യമാന കാണാത്തവനായിട്ട്. എന്ത് ലോകമൊന്നും കാണാമല്ലോ എന്ന് അതിശയിച്ച് പരിക്രമൻ പരിഭ്രമിച്ചു കൊണ്ട് ഇങ്ങനെ നോക്കുകയാണ്. വ്യോമിനി ആകാശത്തിൽ വിവൃത്ത നേത്ര.
അവിടെയൊക്കെ വ്യാപിച്ച കണ്ണുകളോടുകൂടി നോക്കി, എല്ലാ ദിക്കിലേക്കും നോക്കി. തെക്കോട്ട് നോക്കി, വടക്കോട്ട് നോക്കി, കിഴക്കോട്ട് നോക്കി, പടിഞ്ഞാട്ട് നോക്കി, അതിൻ്റെ ഇടയിലെ ദിക്കിലേക്ക് നോക്കി. ഒന്നും കാണാനില്ല. 14 ലോകമില്ല, ഒന്നുമില്ല, ഭൂമിയില്ല, ആകാശമില്ല, ഒന്നും ഇല്ലാത്ത വെള്ളം മാത്രം. ആ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക. സർവത്ര വെള്ളം. അത് ബ്രഹ്മാവ് മാത്രമേ കണ്ടുള്ളൂ. വേറെ നമ്മളൊന്നും ഇല്ലല്ലോ. നമ്മൾ കാണുമല്ലോ, നമ്മളില്ലാത്തവർ കാണാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു കാഴ്ച ബ്രഹ്മാവ് മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ഭഗവാന് കാണാത്തൊന്നുമില്ലല്ലോ. അനുദിശം, എല്ലാ ദിക്കുകളിലേക്ക്, ദിക്ക് നോക്കി. പ്രധാനമായിട്ട് 4 ദിക്കാണ്. അതിൻ്റെ ഇടയിലുള്ള ദിക്കാണ്, അത് ഉപദിക്കായിട്ടാണ് പറയുക. യഥാർത്ഥ ദിക്കല്ല. മഹാദിക്ക് 4 ഉള്ളൂ. മറ്റത് രണ്ടും അതിൻ്റെ ഇടയിലുള്ള ഉപദിക്ക് എന്തായെന്ന് പറയേണ്ടത് അതാണ് വിദിക്ക് എന്ന് പറയും. വിദിക്കാണ്. ദിക്ക് 4 ഉള്ളൂ. വിദിക്കുകളാണ് കോണുകൾ. വിദിക്കിലേക്ക് നോക്കി വീട് പണിയില്ല. 4 മഹാദിക്കിലേക്ക് ദർശനം പാടുള്ളൂ. അപ്പം ആ ദിക്കുകൾ 4 ദിക്കിലേക്ക് നോക്കിയപ്പോൾ 4 തല ഉണ്ടായി. കിഴക്കോട്ട് നോക്കിയപ്പോൾ ഒരു തല, പടിഞ്ഞാട്ട് നോക്കിയപ്പോൾ ഒരു തല, തെക്കോട്ട് നോക്കിയപ്പോൾ ഒരു തല, വടക്കോട്ട് നോക്കിയപ്പോൾ ഒരു തല, മേപ്പട്ട് നോക്കിയപ്പോൾ ഒരു തല ഉണ്ടായി. ഇത്രയും അതിനെ ശിവൻ നുള്ളിക്കളഞ്ഞു, നുണ പറഞ്ഞു എന്നാണ്. ഒരു വലിയ കഥയാണ്. ശിവലിംഗത്തിൻ്റെ മുകളിലും താഴെയും കാണാൻ ആർക്ക് കഴിയും എന്ന് ശിവൻ ഒരു ടെസ്റ്റ് കൊടുത്തു ബ്രഹ്മാവിനും വിഷ്ണുവിനും. വിഷ്ണു വേഗം സത്യം പറഞ്ഞു, ഇതിൻ്റെ അറ്റൊന്നും കാണാൻ പറ്റില്ല കേട്ടോ എന്ന്. സത്യമല്ലേ വിഷ്ണു പറയുള്ളൂ. ബ്രഹ്മാവ് എന്ത് ചെയ്തു? മുകളിലേക്ക് സഞ്ചരിച്ചിട്ട് കണ്ടു എന്ന് നുണ പറഞ്ഞു. അപ്പോൾ ശിവൻ ചോദിച്ചു, ആരാ സാക്ഷി ചോദിച്ചു. അപ്പോൾ കള്ളസാക്ഷി അന്ന് തുടങ്ങിയതാണ്. കൈതപ്പൂവിനെ കൊടുന്നു. ബൻ സാക്ഷിയുണ്ട് പറഞ്ഞു. കൈതപ്പൂവ് നുണ പറഞ്ഞപ്പോൾ ഭഗവാന് ദേഷ്യം വന്നു. എന്നെ പൂജയ്ക്ക് എടുക്കാതെ പോട്ടെ. നുണയ്ക്ക് സാക്ഷി കൂട്ടു നിന്നത് കാരണം എന്നെ പൂജയ്ക്ക് എടുക്കാതെ പോട്ടെ ശപിച്ചു എന്നാണ് കഥ. നുണ പറഞ്ഞ ബ്രഹ്മാവിൻ്റെ മുകളിലത്തെ തല നുള്ളിയാണ് കളഞ്ഞു. അധിക പ്രസംഗം. ഇതുകൊണ്ട് ഇനി എന്നോട് നീ കളവ് പറയരുത്. സർവ്വദിക്കും കാണുന്ന എന്നോടാ നീ കളി പറയണത്. ഭഗവാന് പരമേശ്വരൻ അറിയാത്ത കാര്യമുണ്ടോ? പിന്നെ നോട്ടൊന്നുമില്ല, ഒരു തല നുള്ളി. അങ്ങനെ എത്ര 4 തല. മോയപ്പെട്ട് നോക്കിയപ്പോൾ ഒരു തല അവിടെ ഉണ്ടായി എന്നാ. അത് വേറെ കഥ. പരിക്രമൻ വിവൃത്ത നേത്രച്ചത്വാരിലേഭേ അനുദിശം. അനുദിനം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും. അനുദിശം എന്ന് പറഞ്ഞാലോ എല്ലാ ദിക്കുകളും. അനു പ്ലസ് ഏത് പേരാ വരണ വെച്ചാൽ എല്ലാ എന്ന് കൂട്ടി അർത്ഥം പറയാം. അനുദിശം, അനുദിനം, അനുദിശാണ് ഇവിടെ. അനുദിശം മുഖാനി. 4 മഹാദിക്കിലേക്ക് നോക്കിയപ്പോൾ 4 തല ബ്രഹ്മാവിനുണ്ടായി. യാതൊന്നും കണ്ടില്ല. മനുഷ്യരില്ല, മൃഗങ്ങളില്ല, വൃക്ഷജാലങ്ങളില്ല, പക്ഷിജാലങ്ങളില്ല. വല്ലാത്ത ഒരു ശൂന്യത. വെള്ളം മാത്രമുണ്ട്, പിന്നെ ആകാശവും ബാക്കിയൊന്നുമില്ല. തത്മയുഗാന്തശ്വസനാവകൂർണജലോർമി ചക്ര സലിലാത് വിരൂഢം ഉപാസിത കഞ്ചമുലോകതത്വം നാത്മാനമദ്ധാവിദാതിദേവ. യുഗാന്തശ്വസനാവകൂർണ ജലനോർമി ചക്രാത്. എന്താ അത്? ജലത്തിലത്തെ ഊർമി എന്ന് പറഞ്ഞാൽ ഓളങ്ങൾ. ഊർമി പറഞ്ഞാൽ ഓളങ്ങളാണ്. അതിൻ്റെ കൂട്ടാണ് ചക്രം. ചക്രം എന്നുള്ള വാക്കിന് പല അർത്ഥമുണ്ട്. ഇവിടെ കൂട്ടം, ഓളങ്ങളുടെ സമൂഹം എന്നർത്ഥം. ഓളങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവില്ല വെള്ളമുള്ള ദിക്കിൽ. അതിൻ്റെ ആ കൂട്ടത്തിൽ യുഗാന്താവസാനത്തിലുണ്ടായ ഓളം വെട്ടിയിട്ട് വെള്ളം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കണേ. യുഗാന്തം. കൃതം ത്രേതാദ്വാപരങ്കലി, കൃതം ത്രേതാദ്വാപരങ്കലി. ഇതിങ്ങനെ ആവർത്തിച്ച് 1000 കൊല്ലം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഓളങ്ങളുടെ ഓളം വെട്ടലിൽ തിരകൾ. യുഗാന്ത ശ്വസനാവകൂർണ ജലോർമി ചക്രാത്. ജലോർമി ചക്രം ജലത്തിലത്തെ തിരമാലകളുടെ സമൂഹം. സലിലാത്വിരുടെ ഭാവനയോട് കൂടിയിട്ടുള്ള വർണ്ണനകൾ എപ്പോഴും നമുക്ക് താല്പര്യം ഉണ്ടാക്കാൻ ആവശ്യമാണ്. ഇൻട്രസ്റ്റിംഗ് ആവാൻ ചിലതൊക്കെ കൂട്ടിയിട്ടാണ് വർണ്ണിക്കുക. അതിൽ നിന്നുണ്ടായ മനോഹരമായിട്ടുള്ള താമര.
ഉപാശ്രിത കഞ്ചമുലോകതത്വം. ലോകതത്വം ഉപാശ്രിത, അതിനെ ആശ്രയിച്ചിരിക്കുന്ന ആദിദേവൻ ബ്രഹ്മാവ് എവിടെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ താമരയിലാണ്. തിരമാലകളുടെ സമൂഹത്തോടു കൂടിയ തസ്മാത് സലിലാത്, ആ ജലത്തിൽ നിന്ന് വിരൂഢം ഉദ്ഭവിച്ചതായ ലോകതത്വം കഞ്ചം. കഞ്ചം താമര, കഞ്ചബാണൻ എന്ന് പറഞ്ഞാൽ താമരയെ അസ്ത്രമാക്കിയ കാമദേവൻ കഞ്ചബാണൻ. കഞ്ചലോചനൻ, താമരയെ പോലെ ഇതളിൻ്റെ കണ്ണുള്ളവൻ. കഞ്ചലോചനൻ, കഞ്ചബാണൻ. പഞ്ചബാണൻ എന്ന് പറഞ്ഞാലും ശരിയാണ്, കഞ്ചബാണൻ എന്ന് പറഞ്ഞാലും ശരിയാണ്. താമരയെ ആയുധാക്കിയവനാവും കഞ്ചബാണൻ, 5 പൂക്കളെ ആയുധാക്കിയ പഞ്ചബാണൻ. എന്തായാലും ആ താമര അതാണ് ബ്രഹ്മാവിൻ്റെ ആസ്ഥാനം. ഉപാശ്രിത ആദിദേവ ആത്മാനം അദ്ധ, തന്നെ തന്നെ അറിഞ്ഞില്ല, തന്നെ തന്നെ അറിഞ്ഞില്ല. കാരണം അഹങ്കാരം ഉണ്ടായിട്ടില്ല അന്നേ. അഹങ്കാരം എന്ന് പറഞ്ഞ തത്വം ഉറവിടം ഉണ്ടായാലല്ലേ ഞാൻ എന്ന തോന്നലുണ്ടാവുള്ളൂ. അതുകൊണ്ട് ബ്രഹ്മാവിനെ തന്നെ ഞാൻ എന്ന രീതിയിൽ അറിഞ്ഞില്ല. താമരയെക്കുറിച്ചും തന്നെക്കുറിച്ചും ശരിയായ പ്രകാശം ഇല്ലാത്തവനായിട്ട് ഇരുന്നു. അവിടെ ഇരുന്നു. ഏഷ യോസവഹമബ്ജപൃഷ്ട ഏതത് കുതോ വാ അബ്ജമനന്യദപ്സു അത്തിക്യതത്താധിക കിഞ്ചനേതദ് അധിഷ്ഠിതം എത്ര സദാനുഭാവ്യം അബ്ജപൃഷ്ടേ, താമരയിൽ, ബ്രഹ്മാവിൻ്റെ ആ താമരയിൽ, അസൗ യാതൊരുവൻ ഇരിക്കുന്നുവോ. അപ്പം ആ താമരയിൽ ആരായിരിക്കണം? ബ്രഹ്മാവ്. യേഷ അഹം, ഞാൻ, ആയിരിക്കുന്നതായ ഞാൻ, ക ആരാകുന്നു. ബ്രഹ്മാവാണെന്ന് പോലും ബ്രഹ്മാവിന് അറിയില്ല. വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ ബ്രഹ്മാവാണെന്നും സൃഷ്ടികർത്താവാണെന്ന് പോലും തനിക്ക് അറിയില്ല. ആ ഞാൻ ക ആരാകുന്നു. കാതിലോല, ആരാണ് അതിസുന്ദരി. ആ കഥ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ ക എന്ന് പറഞ്ഞാൽ ആരാകുന്നു, ഞാൻ ആരാകുന്നു. അപ്സു, ജലത്തിൽ, അന്യത് മറ്റൊന്നിനോടും കൂടാതെ. ഏതത് അബ്ജം, ഈ താമര എവിടുന്നുണ്ടായി, എവിടുന്നാണ് ഈ താമരയുടെ ഉറവിടം എന്ന് ചിന്തിച്ചു. അതസ്ഥാതിക, ഇവിടെ താഴത്തായിട്ട് കാണുന്നു ഇതിൻ്റെ ഉറവിടം. ഞെട്ടിയോ വേരോ ഒക്കെ താഴത്തേക്കാണല്ലോ പോയിരിക്കണത്. പിന്നെ അങ്ങനെയല്ലേ അധികം പോവുള്ളൂ. അതസ്ഥാത് ഇഹ, താഴെ നിന്ന് മുളച്ചു വന്നതാണ് എന്ന് തോന്നുന്നു. ഏതധിഷ്ഠിതം, ഇതിൻ്റെ ആധാരം, അധിഷ്ഠാനം, കിഞ്ചന, ഏതൊന്ന് അസ്ഥി ആയിരിക്കും. എവിടുന്നാണ് ഈ താമര ഉണ്ടായത്? എത്ര സദാ, ഏതൊന്നിലിരിക്കുന്നവനായിട്ട്, അനുഭാവ്യം, ഊഹിക്കത്തക്കതാകുന്നു. ആ ഒരു വസ്തുവിനെ ആശ്രയിക്കാതെ ഒരു വസ്തു ഉണ്ടാവില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നൊന്നും ഉണ്ടാവില്ല എന്നാണ്. അപ്പം കാര്യസ്വരൂപമായി കാണപ്പെടുന്ന ഈ താമരയുടെ ഉൽപ്പത്തിക്കും എന്തുണ്ടാവും? തീർച്ചയായിട്ടും ഒരു കാരണമോ ഉൽപ്പത്തിസ്ഥാനമോ ഉണ്ടാവും. അതേതാണ് എന്നറിയാതെ പരിഭ്രമിച്ചു. കയേഷയോസാവഹം അബ്ജപൃഷ്ട, താമരയിൽ ഇരിക്കുന്ന ആ ഈ ഞാൻ ആരാണ്? ഏതത് കുതോ വാബ്ജമനന്യദപ്സു, അപ്സു വെള്ളം, വെള്ളമല്ലാണ്ട് ഒന്നും കാണുന്നില്ലല്ലോ. വെള്ളത്തിൽ താമര, വെറും വെള്ളത്തിലുണ്ടാവില്ലല്ലോ. ചേറിലാണ് താമര ഉണ്ടാവുക. പങ്കജം പേരുണ്ടാവണം. ചോട്ട് കാണുന്നില്ല. അത്തിക്യതത്താധിക കിഞ്ചനേതത്, എത്രയോ ആഴത്തിൽ ചേറുണ്ടെങ്കിൽ തന്നെ എത്രയൊക്കെ ദൂരം ഈ താമര മുകളിലേക്ക് വരുമോ? സാധാരണ നിലയ്ക്ക് ഉള്ളൊരു ഇത് നല്ലത് താമരയേ അല്ലല്ലോ അത്. സാധാരണ വലിപ്പമുള്ള താമരയാണ്. അല്ലാണ്ട് തനിക്കിരിക്കേണ്ട സ്ഥലം അവിടെ വേണ്ടേ? ഇത്ര ദൂരം ആണ് ഈ മുളച്ച് പൊന്തിയിരിക്കുന്നത്.
അർത്ഥിക്യദത്താധിക കിഞ്ചനേതധിഷ്ഠിതം എത്ര സദാനുഭാവ്യം. ഊഹിക്കാൻ തന്നെ കഴിഞ്ഞില്ല. യാതൊന്നിൽ ഇരിക്കുന്നുവോ അത് മറ്റൊന്നിൽ നിന്നുണ്ടായതാണ് എന്ന് ഊഹിച്ചു. ഏതോ ഒരു വസ്തുവിൽ നിന്നുണ്ടായതാണ് എന്ന് താൻ സ്വയം അനുഭാവ്യം ഊഹിച്ചു. പക്ഷെ അതേതാണ് എന്ന് അറിഞ്ഞില്ല. സയിത്തമുദ്ദീക്ഷത്തദബ്ജനാളനാഡീഭിരന്തർജലമാവിവേശ പറയുമ്പോഴേ നാർവാഗതൽക്കരനാളനാളനാഭിം ബിജിന്നൻ തദവിന്ദതാജ. വാക്കുകൾ പ്രത്യേകിച്ച് ഉച്ചരിച്ച് ശീലിക്കണം, എന്നാലേ കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു ശ്ലോകമാണത്. നാർവാഗതസ്തത് കരനാളനാള. ഇവിടെ ലാ എന്നാണ് സംസ്കൃതത്തിൽ, പക്ഷേ ഉച്ചരിക്കുമ്പോൾ ലാന്ന് വേണം. ലായും ലായും സംസ്കൃതത്തിൽ രണ്ടില്ല. എഴുതുമ്പോൾ നേതി മുകളിലൊരു വരെയാണ് രണ്ടിനും. എന്നാലോ പ്രൊനൗൺസിയേഷനിൽ രണ്ടുണ്ട് താനും. അളകം എന്ന് പറഞ്ഞാൽ ലീല എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. സലീലം, സളിളം എന്ന് പറയില്ല, സലിലം, അളകം. അപ്പോൾ അവിടെ സന്ദർഭത്തിനനുസരിച്ച് ഉച്ചരിക്കാതല്ലാണ്ട് ലാന്നും ലാന്നും ഇല്ല. അത് മലയാളത്തിലേ ഉള്ളൂ. ഇവിടെ നാളം താമരയുടെ തണ്ട്. നാഭിംബിജന്നതവിന്ദദാജ. ഈ താമരത്തണ്ടിൻ്റെ ഉറവിടത്തെ തേടി വെള്ളത്തിലേക്ക് പോയി. താമരത്തണ്ടിൻ്റെ ഉള്ളിൽ കൂടെ പോയി. വെള്ളത്തിൽ കൂടെ പോയിട്ട് കാര്യമില്ലല്ലോ. താമരയുടെ തണ്ടിൻ്റെ ഉള്ളിൽ കൂടെ സൂക്ഷ്മ ശരീരം സ്വീകരിച്ചിട്ടല്ലേ പോകാൻ പറ്റൂ. ഈ ശരീരം കൊണ്ട് പോകാൻ പറ്റുമോ? താമര പൊട്ടിപ്പൊളിയില്ലേ. സയിത്തമുത്തേക്ഷതദബ്ജനാളനാഡീഭിരന്തർജലമാവിവേശ. ആ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് താമരത്തണ്ടിൻ്റെ ഉള്ളിൽ കൂടെ ഉറവിടം തേടി ബ്രഹ്മദേവൻ പോയി. നാർവാഗത തത്കരനാളനാള നാഭിംബിജിന്നൻ തദവിന്ദദാജ. പ്രവേശിച്ചു. കരനാളനാളം താമരത്തണ്ടിൻ്റെ മധ്യത്തെ പ്രവേശിച്ച് തിരയുന്നു. എന്നിട്ടോ ന അവിന്ദത, ഉറവിടത്തെ കണ്ടില്ല. തമസ്യപാരേ വിദുരാത്മതർക്കം വിജിന്വദേവോ സുമഹാം ത്രിണേമി യോ ദേഹബാജാം ഭയമീരയാണ പരീക്ഷിണോത്യായുരജസ്യ ഹേതി. വിദുര, അപാരേ തമസി, അന്തമില്ലാത്ത ആ ഇരുട്ടിൽ, വെളിച്ചമൊന്നുമില്ല അവിടെ എന്നാണ് പറയുന്നത്. അന്ധകാരത്തിൽ, അജ്ഞാനത്തിൽ, സമൂഹാൻ ത്രിണേമി, കാലം കഴിഞ്ഞു. ഒന്നും അറിയാതെ അനവധി കാലം കഴിഞ്ഞു എന്ന് ചുരുക്കം. സുമഹാൻ ത്രിണേമി, വലിയ കാലഘട്ടം കഴിഞ്ഞു. തെരഞ്ഞിട്ടേ, തിരയുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. നമ്മൾ എന്തെങ്കിലും ഒന്ന് കാണാണ്ടേ അങ്ങോട്ട് തിരഞ്ഞു നോക്കും. കുറേ നേരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് മട്ടുക്കും. ചില ആൾക്കാർ അവരോട് വാസനാമൂർത്തിയും കൂടി ഓർക്കും. ഈശ്വരാ, ഇതെവിടെയുള്ള വെച്ചാൽ അവിടെ എന്നെ തിരയിക്കണേ. ഗുണം കിട്ടോ, എനിക്ക് എത്രയോ ഗുണമുണ്ടായിട്ട്. എത്ര തിരഞ്ഞിട്ടും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ദേവി എന്നാണ്ട് വിചാരിച്ചാൽ മതി. അതിനൊക്കെ ദേവിയാണ് നല്ലത്. ആ ഉള്ള ദിക്കിൽ എൻ്റെ കയ്യും കണ്ണും എത്തിക്കണേ ദേവി പരാശക്തിയെ നമ്മന്ന് ചൊല്ലി നോക്കൂ, ചിലപ്പോൾ ഗുണം കിട്ടും. എത്രയോ പ്രാവശ്യം അതെന്താ പറഞ്ഞത്, ഈ തിരയിൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തിരഞ്ഞ് കിട്ടിയ കാലും കൈയൊക്കെ ഉണ്ട് തളരും ചിലപ്പോൾ ഇല്ലേ. തിരഞ്ഞിട്ടേ ആയുസ്സിനെ പോയി എന്നല്ലാണ്ട് ബ്രഹ്മാവിന് ഉറവിടം കാണാൻ കഴിഞ്ഞില്ല. തിരഞ്ഞ് വല്ലാതെ ദുഃഖം ഉണ്ടായി. തമസ്യപാരേ വിദുര സംബോധന. ആത്മസർഗം വിജിന്നതോ ഭൂസു മഹാത്രിണേമി. വളരെയധികം ത്രിണേമി, കാലം എന്നാണ് ഇവിടെ അർത്ഥം. ത്രിണേമിയൊക്കെ ഒരു പ്രത്യേക വാക്കാണ്, അത് പല അർത്ഥങ്ങളും ഉണ്ട് അതിൽ. ഇവിടെ കാലം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ കാലം കഴിഞ്ഞു പോയി. യോ ദേഹബാജാംബയമീരയാണ പരീക്ഷിണോത്യായുരജസ്യ ഏതി. ആയുസ് പോലും തിരഞ്ഞു പോയി.
വളരെ സമയം നമുക്ക് തിരഞ്ഞിട്ട് ചിലപ്പോൾ പോകാറുണ്ട് വലിയൊരു സാധനം കിട്ടാൻ. അങ്ങനെ തിരഞ്ഞിട്ടാണ് ഒടുവിൽ വിഷ്ണുവിൽ നിന്നാണ് ഇതുണ്ടായത് എന്ന് കണ്ടെത്തുന്നത് ആണ് തുടർന്നുള്ള ഭാഗത്തിൽ പറയണത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.